റീവൂസ് അയ്യോ റീവ് ഉറങ്ങിയോ ഇല്ല കാല് നേരെ വെച്ച് റീവൂട്ട കാല് നേരെ വെച്ചേ കാല് നേരെ വെക്കാൻ പറഞ്ഞ അവന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എണീറ്റ് കേട്ടോ ഞങ്ങളിതേ ഒന്ന് പുറത്ത് ഷോപ്പിങ്ങിന് പോകാൻ കേട്ടോ പപ്പേനെയും മമ്മീനെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകണം ജോയും വരുന്നുണ്ട് ജോ ഇപ്പോൾ സ്കൂളാണ് കേട്ടോ സ്കൂളിൽ നിന്ന് ഞങ്ങൾ അവനെ വിളിച്ചോണ്ട് വരും ചോദിച്ചു ഇപ്പൊ നമുക്ക് റീവൂട്ടനെ വേണ്ട ജോയിനെ വിളിച്ചിട്ട് പാർക്കിംഗ് കിട്ടില്ല ചോദിച്ച് ജസ്റ്റ് ജോയിനെ വിളിക്കാൻ വരും കേട്ടോ പക്ഷെ ഷോപ്പിങ്ങിന് ചോദിച്ച് വരുന്നില്ല ഞങ്ങൾ നിമിഷയും ഞാനും പപ്പയും മമ്മിയും പിന്നെ പിള്ളേരെല്ലാവരും ഉണ്ട് കേട്ടോ പയ്യ ഇറങ്ങുവാണ് ഓക്കെ ശരി റീബൂട്ട് ഇന്ന് നന്നായിട്ട് ഉറങ്ങി കേട്ടോ അവന്റെ ഹാങ് ഓവർ എല്ലാം മാറി റീബൂസിന്റെ ഉറക്കക്ഷീണം എല്ലാം മാറി നല്ല മിടി പിടിക്കാനായിട്ട് എന്നാടാ റീബൂസ് അവൻ എല്ലായിടത്തേക്കും ഓട്ടമാണോ വിറക്കൂട്ടനും റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഹായ് മീര അയ്യോ ഇപ്പൊ പോയതാണ് അമ്മ എന്തി റെഡിയായോ ഇറങ്ങണ്ടായിരുന്നു ചെറിയൊരു ഷോപ്പിംഗ് പപ്പയും മമ്മിയും വരാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഒരു കറക്കം അതിനിടയ്ക്ക് നമുക്ക് ജോക്കുടിനെ പോയി സ്കൂളിൽ പോയി വിളിക്കണം അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവരും കൂടെ കറക്കാം അല്ലേ മിറകെന്നെ മേടിക്കണ്ടേ നമുക്ക് ബാർബി 101ാമത്തെ ബാർബി മേടിക്കാം കേട്ടോ 100 കഴിഞ്ഞ് 101ാമത്തെ അതെ മേടിക്കാം നിമിഷ സ്വാഗതം പറഞ്ഞില്ല കേട്ടോ ചേച്ചാ മിറ സ്വാഗതം പറ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ഉണ്ട് ഇന്നലെ മാത്രം ഒരു ഇച്ചിരി വെയിലുണ്ടായിരുന്നു കേട്ടോ ബാക്കി ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഭയങ്കര മഴയും തണുപ്പൊക്കെയാണ് പപ്പ റെഡിയായി വന്നിട്ടുണ്ട് പപ്പ ഒരു ഹലോ പറഞ്ഞ ഹലോ പപ്പ കുളിച്ചല്ലേ ഇതിനിടയ്ക്ക് നല്ല വേദറാട്ടോ മിറയ്ക്ക് സീറ്റ് കിട്ടാത്തതിന്റെ ചെറിയൊരു പരിഭവം മിറയ്ക്ക് നടുക്കിരിക്കണായിരുന്നു റീബൂട്ടിനെ നടുക്കിരുത്തിയത് അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതാണ് അവള് കാര്യം ചെയ്യാം സ്കൂളിൽ എത്തുമ്പോ മിറേനെ മാറ്റിയിരുത്താം കേട്ടോ ഇതാണ് കേട്ടോ ജോയുടെ സ്കൂള് പപ്പയ്ക്ക് അറിയാമായിരുന്നല്ലേ അഡ്രസ് പപ്പയല്ലേ പണ്ട് കൊണ്ടുവിടും കഴിഞ്ഞ പ്രാവശ്യം വരെ വരുന്നുണ്ടായിരുന്നു ഇന്നിപ്പോ ഒരു പ്രാവശ്യം വന്നിട്ട് നമുക്ക് ഇത് ആദ്യത്തെ സ്കൂളിന്റെ വിളിച്ചോണ്ട് വരുന്നത് പപ്പയായിരുന്നു കേട്ടോ നേരത്തെ നല്ല സ്കൂളാന്ന് തോന്നുന്നു അല്ലേ അടിപൊളി മിറയും അക്കും ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ പപ്പയ്ക്ക് എല്ലാ റൂട്ടും അറിയാം ഇവിടുത്തെ എടി ഇവര് പുറത്ത് വന്നിട്ട് ബാഗ് എല്ലാം എടുത്ത് അകത്തോണ്ടിരിക്കുവോ ഇതാരാ വരുന്നേ ഇവര് ജോയെ പോലെ ഉണ്ടല്ലോ ഇത് ഞങ്ങൾ പറഞ്ഞില്ലേ ജോനെ വിളിക്കാൻ വരുമെന്ന് വന്നില്ലേ അതാണ് ഞങ്ങൾ ഓക്കെ ഓ Okay, that's 67. Yes, 67. 67. Okay, then I'm gonna ask you then. What is 35 plus 45? 35 plus 45? Yeah. You can take your own time, Joe. Take your own time. 80. Very good. You're right. നമ്മളങ്ങനെ അതേ ഒരു ഷോപ്പിംഗ് സെന്ററിൽ വന്നു കേട്ടോ ഇത് സ്ഥലത്തിന്റെ പേരെന്നാ അപ്പൊ ഈ ബെൽക്കോണൻ അല്ലേ ബെൽക്കോണൻ മാളെന്നാ പറയുന്നത് അല്ലേ വെസ്റ്റ്ഫീൽഡ് ഓ കൊള്ളാം പാർക്കിംഗ് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ ഞങ്ങളിത് പപ്പയ്ക്കൊരു ഷൂ നോക്കാൻ വന്നതാണ് കേട്ടോ എൻ്റെ ഷൂ ഉണ്ടോ വള്ളിയില്ല അതുകൊണ്ട് അതുപോലെ കംഫർട്ടായിട്ടൊരു ഷൂ പപ്പയ്ക്കും കൂടെ കിടക്കട്ടെ എന്ന് ഓർത്ത് വള്ളിയില്ല പപ്പ കൈ കൊണ്ട് ഓടുകയോ വേണ്ട നേരെ കാലം ഞെക്കി വെച്ചാൽ മതി മറ്റേ ടൈറ്റ് ആണോ നടന്നു നോക്കിയോ അപ്പേ ലൂസ് ഉണ്ടോ ഞങ്ങളതേ ചുമ്മാ മാളിക്കൂടെ ഒക്കെ ഒന്ന് കറങ്ങും കേട്ടോ റീബൂട്ടനും ജോയും മീറയും ട്രോളിക്കാത്ത അവൻ്റെ നിപ്പ് നോക്കിയേ റീവിൻ്റെ അല്ലേ ടൈറ്റാനിക് ആണോ ഞങ്ങൾ ഇതേ പിള്ളേർക്ക് ടോയ്സ് മേടിക്കാനായിട്ട് പോവാണേ ജോ നിനക്ക് എന്ത് ടോയാണ് വേണ്ടേ I want
one playing. മിറായിക്കോ Bobby. റീവിനോ അവൻ മാത്രമൊന്നും പറയുന്നില്ല. ജോയുടെ ടൈമാണ്. ജോ ടോയ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ജോ പ്ലെയിൻ കിട്ടിയോ? ഇത് പ്ലെയിൻ ആണല്ലോ ജോ. ഈ സിറ്റി ഇത് ഈ കാണുന്നു. ജോ ഇത് പ്ലെയിൻ ആണല്ലോ. എടാ കാണിച്ചടാ ജോ എന്നെ എടുത്തേ. This one. അതെന്താ ടെലിസ്കോപ്പോ? മിറ എന്നെ എടുത്ത് കാണിച്ചാൽ മേടാ. A Barbie. ബാർബി. വാവ്. I loved it. You loved it? Okay. Has light brick. Chichen, this one has a light brick inside. റിമോട്ട് രണ്ടടി മേടിച്ചു കൊടുക്കുന്നത് ഇവനെന്നെ മേടിക്കണം മോനെ. ഇതിനെന്നെ വേണ്ടേ? ഓക്കെ ജോയ്ക്ക് എല്ലാം കിട്ടി, മിറായിക്ക് കിട്ടി, പപ്പേനെ കാണാനില്ല കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചല്ലേ നിമിഷ? നീ എന്തെങ്കിലും മേടിക്കുന്നുണ്ടോ? അവിടെ ചെറുക്കനും പെണ്ണാപ്പിക്കും ഓരോ ചോയ്സ് ഒക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ. ജോയ്ക്കും അതെ അതെ അതെ. പപ്പയ്ക്കും മമ്മിക്കും കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ജാക്കറ്റുകളും കുറച്ച് ഷൂ ഒക്കെ മേടിക്കാണ്ടായിരുന്നേ. ഇവരൊന്നും സമ്മതിക്കില്ല മേടിക്കാൻ കേട്ടോ. ഒന്നും സമ്മതിക്കില്ലായിരുന്നു, നിർബന്ധിച്ച് മേടിപ്പിച്ച. മമ്മി ഒന്നും സമ്മതിക്കില്ല കേട്ടോ മേടിക്കാനായിട്ട്. അതുപോലെ പപ്പയെ സമ്മതിക്കത്തില്ല കേട്ടോ. പപ്പേനെയൊക്കെ നിർബന്ധിച്ച് മേടിപ്പിച്ച് അതെ അതെ അതെ. കൊള്ളാം. ഇനി എന്തെങ്കിലും മേടിക്കാണ്ടോ വെച്ചാൽ നീ പ്രത്യേകിച്ച് മുന്നോട്ട് കൊടുക്കില്ലേ? പിള്ളേർക്ക് ബലൂൺ വേണമെന്ന് പറഞ്ഞ് വേണം കേട്ടോ. ഏതാ വേണ്ട ജോയ്ക്ക്? ഏതാ വേണ്ട? ദൈവമേ ഏതോ ഒരെണ്ണം കണ്ടുവച്ചിട്ടുണ്ടോ? ഇതാടാ ബലൂണോ? ഇത് മറ്റേ ഹാപ്പി ബർത്ത്ഡേ ആട്ടോ. അല്ല ഹാപ്പി ബർത്ത്ഡേ ബലൂണാണ്. ഹാപ്പി ബർത്ത്ഡേ അവക്ക് മാത്രം യൂണിക്കോൺ കിട്ടി. ബാക്കിയെല്ലാം കൺഗ്രാജുലേഷൻ, ഹുറേ, ഇതുണ്ട് ഐ ലവ് യു. അങ്ങനെ നോർമൽ ഇല്ല. അങ്ങനെ റീവൂട്ടിന് ഫൈനലി ഒരു സാധനം കിട്ടി കേട്ടോ. റീവൂട്ടെ കാണിച്ചടാ. മിറയുടെ കയ്യിൽ സാധനം കാണിച്ചു. ഇതുണ്ടോ? ഇതുണ്ടോ? My turn. ആ ജോ കാണിച്ചു കൊടുത്തടാ. This one and this one. ഓ കൂൾ. ഫുൾ ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. അവിടെ പിള്ളേർക്ക് ഇവർക്ക് മേടിക്കാൻ പറ്റും. ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും വേണ്ട. അവർക്കൊന്നും വേണ്ട. പിള്ളേരാണെങ്കിൽ അങ്ങ് തകർക്കുവാണ്. കാണുന്നിടത്തുനിന്ന് എല്ലാം എടുക്കും കേട്ടോ. അങ്ങോട്ട് പോകണം ജോ. ഇവിടെ ദിസ് വേ വേറെ ഇങ്ങോട്ട് കയറാം. ജ്യൂസോ എന്തെങ്കിലും കുടിച്ചു. എല്ലാവരും വണ്ടി കയറിയോ. ആ കഴിക്കാം. ഇഷ്ടപ്പെട്ടാണോ ഇത്? സൂപ്പറല്ലേ? ഇടയ്ക്ക് ഞങ്ങളുടെ മൈക്കൊന്നും നഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അതിന്റെ വിഷമത്തിലായിരുന്നു ഞങ്ങള്. നിമിഷയുടെ മേത്ത് വെച്ചിരുന്ന ഒരു മൈക്കിന്റെ പീസ് കാണാതെ പോയി കേട്ടോ. എനിക്ക് ഉറപ്പാണ് നമ്മുടെ താരം എടുത്ത് കളഞ്ഞതായിരിക്കുള്ളൂ. അതിന് കിട്ടുമോ? അത് കിട്ടുമോന്ന്? കിട്ടി. നമ്മുടെ അക്കൗണ്ട് നമ്മൾ വിളിച്ച് പറഞ്ഞു കേട്ടോ. അവള് അവിടെ പോയി നോക്കിയപ്പോ അവൾക്ക് ജോടെ സ്കൂളിൽ കിടപ്പുണ്ടായിരുന്നു. നമ്മള് പാർക്ക് ചെയ്ത സ്ഥലത്ത് അക്കു പോയി നോക്കി എടുത്തോണ്ട് വന്നു. അക്കൗണ്ടിന് വലിയ നന്ദി. അങ്ങനെ ഈ മാസത്തെ രണ്ടാമത്തെ കാണാതെ പോയ സാധനം മമ്മി ഞാൻ പറഞ്ഞില്ല, സ്വർണം പോയിട്ട് കിട്ടിയതാ. പിന്നെയാണ് ഒരു കുഞ്ഞു മൈക്ക്. അല്ലേ? കൊള്ളാം കേട്ടോ. കുഞ്ഞു മൈക്കോ പറഞ്ഞു പോയപ്പോ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അത് ഞാനങ്ങ് പോട്ടെന്ന് വിചാരിച്ചാലോ അപ്പ. നമ്മൾ കുറച്ച് ഷേക്ക് ഓർഡർ ചെയ്തോട്ടോ എല്ലാവർക്കും. പപ്പയ്ക്ക് തണുത്തൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനും കാപ്പി, അതെ പപ്പയ്ക്ക് വെച്ചാലും കട്ട കാപ്പിയാണ് ഓർഡർ ചെയ്തേക്കണേ. കൈപ്പുള്ള കാപ്പി. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിലുള്ള ഒരു ഷേക്ക് ഓർഡർ ചെയ്തു. പിന്നെ ചിലപ്പോൾ ഇച്ചിരി ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കൂടെ മേടിക്കാല്ലേ. പിള്ളേർക്ക് ചെറുതായിട്ട് വിശന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു. നമുക്ക് ദാഹം ഉണ്ടല്ലേ. അത് കഴിച്ചിട്ട് പയ്യ വീട്ടിലേക്ക് വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ. എന്തുകൊണ്ടും മേടിക്കാം. നല്ല കുറേ സാധനങ്ങളുണ്ടല്ലേ. ഇതാണ് കേട്ടോ ബിസ്ക്കറ്റുകൾ. എല്ലാ തരത്തിലുള്ള ബിസ്ക്കറ്റ്സും ഉണ്ട്. കൊള്ളാല്ലേ? അങ്ങനെ മമ്മിക്ക് വേണ്ട ക്രീമും കൂടെ വാങ്ങിച്ചിട്ടോ. അവരവിടെ ഇരിപ്പുണ്ട്. സൗണ്ട് ചിലപ്പോൾ കുറവായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ പാടായിരിക്കും. മൈക്കില്ലാത്തതുകൊണ്ട് വ്ളോഗിൽ മൊത്തത്തിൽ സൗണ്ട് കുറവായിരിക്കും. കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പയ്യെ കോഫിയൊക്കെ കുടിച്ച് ഷേക്കൊക്കെ കഴിച്ചിട്ട് നമുക്ക് പയ്യെ വീട്ടിലേക്ക് പോകാം. അയ്യോ അതെന്നാടാ? കൊള്ളാലോ ജോ. I got it from over there. ഓക്കെ. മിറ ഞെക്കാൻ പഠിച്ചോ? മിറ പഠിച്ചു. Thing like that. കൂടെ വന്നപ്പോൾ ഇച്ചിരി ആശ്വാസമില്ല അപ്പേ കോഫി കുടിക്കുമ്പോൾ അല്ലേ? കുറച്ച് ആശ്വാസം. ചൊണ്ടയ്ക്ക് സുഖം. അതെ അല്ലേ? അതുകൊണ്ട് അങ്ങനെ അതേ ഞങ്ങൾ കോഫി എല്ലാം കുടിച്ച് ജോ നമ്മളിനി പോവല്ലേ? വീട്ടിൽ പോവല്ലേ? അവന്റെ നെറ്റ് അവൻ ഓൾറെഡി പൊട്ടിച്ചു.
റീബൂട്ട മിടുക്കനായിട്ട് വണ്ടി തന്നെ ഇരിക്കട്ടെ. അവനെ താഴെ ഇറക്കി അവൻ ഈ മാളിൽ കൂടെ മൊത്തം നമ്മളെ ഓടിക്കല്ലോ. അപ്പേ അതുകൊണ്ട് അവനെ ഇറക്കാൻ പറ്റത്തില്ല. ഒരു സെക്കൻഡ് കൊണ്ട് പറന്ന് അപ്പുറത്ത് ചെല്ലും കേട്ടോ പുള്ളി. അതുകൊണ്ട് അവനെ ഞങ്ങൾ വണ്ടിയിൽ ലോക്ക് ചെയ്തേക്കുക. സന്ധ്യ ആയി തുടങ്ങിയല്ലോ. അപ്പേ 4:45 കേട്ടോ. നോക്കി പുറത്ത് നോക്കി ആകാശം കളറൊക്കെ മാറി വരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. ഇന്ന് വൈകുന്നേരം സ്പെഷ്യൽ ചിക്കൻ ഗ്രില്ലാണ് അല്ലേ ശോശു? ശോശുവാണ് വീഡിയോ എടുക്കുന്നത്. അതേപോലെ തന്നെ ശോശുവാണ് ഞങ്ങളുടെ മൈക്ക് പോയി കണ്ടുപിടിച്ചത്. സ്കൂളിൻ്റെ അവിടെ ചാടിപ്പോയ മൈക്ക്. അതിന് പ്രത്യേകം താങ്ക് യു. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അതെ ഞങ്ങൾ പറയുന്നത് ഇപ്പൊ കേൾക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അല്ലേ. ഞങ്ങൾ ഇനി കുറച്ച് ചിക്കൻ വൈകുന്നേരം ഗ്രില്ല് ചെയ്ത് ചിക്കനും സാലഡ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനും സാലഡും കൂടെ കഴിക്കാനുള്ളവരുടെ ഹെൽത്തി ഡിന്നർ അല്ലേ. ചിക്കനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മസാല ശോശുവിൻ്റെ സ്പെഷ്യൽ മസാലയാണ്. നിമിഷം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റീബൂട്ടിനെ ഒക്കെ കുളിപ്പിച്ചിട്ട് റെഡിയായോ നിമിഷ? ആണോ? മേരക്കോട്ടൻ്റെ പുതിയ ബാർബി കളിക്കുക കേട്ടോ. മേരക്കോട്ട കാണിച്ചു എല്ലാവരും പുതിയ ബാർബി കാണിച്ചു കൊടുത്തേ. നല്ല രസമുണ്ട് കേട്ടോ. സോക്സ് ഇടും കേട്ടോ. ഞങ്ങള് സോക്സ് ഇടുന്ന അത്ര ഇഷ്ടമൊന്നും അല്ല റീവിന്. അവിടെ തുണി പറിച്ചടിയായിരുന്നു കേട്ടോ. അവിടെ 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഡ്രസ്സെല്ലാം ഊരി കളയാ റീവോട്ടൻ്റെ. ചൂട് സഹിക്കാൻ പാടില്ല റീവിനെ. എടീ കാണാതെ പോയ മൈക്ക് എല്ലാവരും കാണിച്ചു കൊടുത്തേ. നമ്മുടെ കാണാതെ പോയ മൈക്ക് കണ്ടുപിടിച്ചത് കേട്ടോ. 100 മാർക്ക് കൊടുക്കണം. നമ്മളാണ് കണ്ടുപിടിച്ചത്. എന്തൊക്കെയല്ലേ കഴിഞ്ഞ ആഴ്ച സ്വർണം പോയി, ഈ ആഴ്ച മൈക്ക് പോയി. അതെ അത് കൊള്ളാലോ. ഇവിടെ എന്താ ഇവിടെ പരിപാടി? രണ്ടുപേരും Mira's watching me build and I'm building. എന്നാടാ ഉണ്ടാക്കുന്നേ? I don't know what I'm building. ആണോ? Yeah. Next. ഈ പടത്തിലുള്ള സാധനം അല്ലേ? ഈ പടത്തിലുള്ള There's a special light brick and you need to put that battery and then you close it and then it can make sounds. But you don't do that yet, okay? Okay. I'll call you later. Okay. ഇവൻ ലെഗോയുടെ ആളാണ് കേട്ടോ. I'm a fan. ഇവൻ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. Mira, which planet is closest to the sun? Mercury. Good job. It's Mercury. അത് കൊള്ളാലോ ജോ. ഇവിടെ കീറിയില്ലല്ലോ. ഏതാപ്പേ? ഇവിടെ കീറിയില്ലല്ലോ. അവിടെ കീറണോ? അത് പറയാല്ലേ. ഞാൻ വരാം. പപ്പ മസാലയൊക്കെ തേച്ച് നല്ല അടിപൊളി. ശോശുവിന്റെ മസാലയാണ്, പക്ഷെ പപ്പയാണ് തേച്ച് പിടിപ്പിക്കുന്നത് അല്ലേ പപ്പ? ഗ്ലൗസ് ഇടാറുണ്ട് പപ്പ. വേണമെങ്കിൽ കൈ നീറൂലേ? കുഴപ്പമില്ല. നമ്മള് ഗ്രില്ല് ചെയ്യുക, ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്യുന്നല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാൻ കണ്ട. ഇനി അധികം താമസം ഇല്ല. അവരെല്ലാം അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. നോക്കി ചിക്കനിലെല്ലാം പപ്പ അടിപൊളിയായിട്ട് മസാല വരട്ടുന്നു. രണ്ടുപേരും കൂടെ ഒരു കസേരയിൽ ഇരുന്ന് ഒരു പാക്കറ്റിലെ ചിപ്സ് വാരി കഴിക്കുന്നു. എന്തൊരു ഒത്തൊരുമ അല്ലേ ശോശു? അതെ, അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര കൂട്ടാ. നമ്മൾ വിചാരിച്ചാൽ ഇപ്രാവശ്യം അധികം അടി ഉണ്ടാക്കിയില്ല കേട്ടോ. ചെറിയ കൊഞ്ചലും പിണക്കങ്ങളോ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ സാധാരണ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഇവര് അടിച്ച് പിരിയുന്നതാ. ഇതുവരെ പിരിഞ്ഞിട്ടില്ല. നമ്മുടെ നല്ല ഹോൾ ചിക്കൻ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ. രണ്ട് ഹോൾ ചിക്കൻ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഒരെണ്ണം ഇപ്പം ഫുൾ ആയിട്ടുണ്ട്. രണ്ടാമത്തെ നിയർലി കഴിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. റീവൂട്ടിന് ഫുഡ് കൊടുത്തു കഴിഞ്ഞു. മിറക്കോട്ടിന് ഫുഡ് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ ജോ അവന്റെ ലെഗോ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇതാണ് സാധനം. കൊള്ളാല്ലേ? ടെലിസ്കോപ്പും സോളാർ സിസ്റ്റം ആണ് കേട്ടോ. ജോ ഇതെങ്ങനെ കളിക്കുന്ന ജോ? When you push the back, it puts a light. Wow, അടിപൊളി. And you can put one of these things in here, and it would reflect it. Oh, really? See? സ്റ്റാർ കൊള്ളാം. അടിപൊളി. ജോ എത്ര അല്ലേ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ലെഗോ ഉണ്ടായിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് കാണിച്ചു കൊടുത്തു. പക്ഷേ ചിക്കൻ കാണിച്ചു തരാം കേട്ടോ. നമ്മള് എയർ ഫ്രയറിന് ഗ്രില്ല് ചെയ്തെടുത്ത ചിക്കനാണ് ഇരിക്കുന്ന കേട്ടോ. നമ്മൾ സാധാരണ ഞങ്ങൾ വലിയ ഓവനിലാണ് കേട്ടോ സാധാരണ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് പക്ഷേ ഇവിടെ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയതാണ്. എന്ത് പക്കായിട്ടായി നോക്കിയാൽ ചായ. ഞങ്ങൾ അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. സാലഡ്, അതിന്റെ കൂടെ സാലഡ്. ഇത് അടിപൊളി സാലഡാണ് കേട്ടോ. ഞങ്ങളൊരു പിടി പിടിക്കാൻ പോവാണ്, കഴിക്കാൻ പോകണം. അവിടെ ഒരു ചിക്കനും കൂടെ അവിടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി മമ്മിയും സോസും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടെ വന്നു കഴിയുമ്പം ഓൾറെഡി നമുക്ക് കഴിച്ചു തുടങ്ങാൻ വേണമെങ്കിൽ അപ്പം എന്താ പറയാ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അതുകൂടെ ആയിട്ട് കഴിക്കാനായിട്ടാണ് എല്ലാവരോടും ഒരുമിച്ച് കഴിക്കും. ചേട്ടായിക്ക് ഇത് ഡ്യൂട്ടി ആണ് കേട്ടോ. അതുകൊണ്ട് ചേട്ടായി ഇല്ല. ചേട്ടാ വരുമ്പോ താമസിക്കും.
ഈ പിള്ളാര് ദൈവമേ പിള്ളേരും രക്ഷയില്ല, ഭയങ്കര ബഹളം കേട്ടോ. പയ്യെ കഴിച്ചു തുടങ്ങിയാലോ? മമ്മി റെഡി അല്ലേ? മമ്മിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. മമ്മിയുടെ ജെറ്റ് ലാഗ് ഇതുവരെ ശരിയായിട്ടില്ല. അങ്ങനെ മാറിയില്ല. റീവ് നന്നായിട്ട് ഉറങ്ങി കേട്ടോ. പപ്പായും വലിയ കുഴപ്പമില്ല. മമ്മി എപ്പോഴും രാവിലെ എഴുന്നേറ്റ് വരും. നിങ്ങൾ പറയും മമ്മി കിടന്ന് ഉറങ്ങും, മമ്മി സമ്മതിച്ചില്ല, മമ്മി എഴുന്നേറ്റ് വരും. അനുപമ സ്നേഹ ചൈതന്യമേ മഞ്ഞിൽ പ്രകാശിച്ച വിന്ദീപമേ ഞങ്ങളിൽ നിന്ദീപ്തി പകരണമേ യേശുവേ സ്നേഹസ്വരൂപാ സ്നേഹമേ ദിവ്യ സ്നേഹമേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ സ്നേഹമേ ദിവ്യ സ്നേഹമേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. ഒരാളെ നോക്കി ഒന്ന് ഞങ്ങളുടെ പാട്ട് കാണാനായിട്ട് എന്റെ നിമിഷ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ റീവൂട്ട പറയും കേട്ടോ. അതിന് ഭയങ്കര ഭയങ്കര ഇഷ്ടല്ലേ? അതെ പ്രത്യേകിച്ച് പാട്ട് പാടുമ്പോ പെട്ടെന്ന് നമ്മള് വന്ന് ഞങ്ങൾ ഇനി പാട്ട് നിർത്തിയുടെ വീഡിയോ എൻ്റെ പേരൊക്കെ അല്ലേ. ഏതായാലും നല്ലൊരു ഷോപ്പിംഗ് വ്ലോഗ് ആയിരുന്നു. ഷോപ്പ് ചെയ്തു, പിന്നെ നമ്മുടെ കാണാതെ പോയ സാധനമൊക്കെ തിരിച്ചു കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഈ വീഡിയോ നമുക്ക് അങ്ങനെ പയ്യെ വൈൻഡപ്പ് കൂടെ ചെയ്തേക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ശോശുവിന്റെ ചാനൽ എല്ലാവരും കാണണം കേട്ടോ. പുതിയ വീഡിയോസ് ഒക്കെ പൊടി തട്ടി എടുത്തിട്ടുണ്ട്. തുരുമ്പിച്ച് തുടങ്ങിയായിരുന്നു കേട്ടോ. അത് ശോശു ഞങ്ങള് വരുമ്പോ ശോശു പയ്യെ മറ്റേ എണ്ണയൊക്കെ ഇട്ട് തൂത്തെടുക്കും കേട്ടോ. അപ്പത്തേക്കും പുള്ളിക്കാർ വീഡിയോ ഇടും. ഏതായാലും കാനബറ മല്ലു ഫാമിലി കണ്ടന്റ് അല്ലേ? അത് കുഴപ്പമില്ല. എന്നാലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. ഏതായാലും ആഴ്ചയിൽ ഒരു 2 വീഡിയോ ഇടും, 4-5 വീഡിയോ ഇടണം കേട്ടോ. ഓക്കെ, പറഞ്ഞ പോലെ നമുക്ക് ഇടാം അല്ലേ? അപ്പം ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും നിമിഷ, ശോശു, മമ്മി, പപ്പ